നമസ്കാരം. എല്ലാ കൂട്ടുകാർക്കും മാത്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് 7th സ്റ്റാൻഡേർഡിലെ സ്പീഡ് മാത്ത് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. 7th ചാപ്റ്റർ ആയിട്ടുള്ള സ്പീഡ് മാത്ത്, അതായത് വേഗത്തിൻ്റെ കണക്ക്. നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത് വേഗതയെക്കുറിച്ചുള്ള പഠനമാണ്. വേഗത, സ്പീഡിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ ഏതൊരു വാഹനത്തിൽ പോവുകയാണെങ്കിൽ നമുക്കതിൻ്റെ സ്പീഡ് മനസ്സിലാക്കാൻ പറ്റും. നമ്മളിപ്പോൾ നടന്നു പോകുന്നുണ്ടെങ്കിൽ നമുക്കൊരു സ്പീഡുണ്ട്, ഒരു വേഗതയുണ്ട്, അല്ലേ? നമ്മളിപ്പോൾ സ്കൂളിലേക്കൊക്കെ ഓടിപ്പോവുകയാണെങ്കിൽ അപ്പോൾ കുറച്ചുകൂടെ വേഗത കൂടും. നമ്മൾ നടക്കുന്ന പോലെയാണോ? അല്ല, കുറച്ചുകൂടെ വേഗത കൂടുതലായിരിക്കും. അവിടെയും സ്പീഡ് കൂടി. നമ്മളൊരു സൈക്കിളിലാണ് പോകുന്നതെങ്കിൽ കുറച്ചുകൂടെ സ്പീഡ് കൂടുന്നു. മറ്റൊരു വാഹനത്തിലാണ് പോകുന്നതെങ്കിൽ ഇനിയും വേഗതയിൽ നമുക്ക് പോകാൻ പറ്റും, അല്ലേ? അപ്പോൾ ഈ വേഗത കണക്കാക്കാൻ പറ്റും. നിങ്ങളെല്ലാവരും വാഹനത്തിൽ സ്പീഡോമീറ്റർ കണ്ടിട്ടുണ്ടോ? കാണാത്തവരുണ്ടെങ്കിൽ ഏതെങ്കിലും വാഹനത്തിൽ കയറുന്ന സമയത്ത്, ഇപ്പോൾ ബൈക്ക് ആയിക്കോട്ടെ, ഓട്ടോറിക്ഷ ആയിക്കോട്ടെ, കാർ ആയിക്കോട്ടെ, ബസ് ആയിക്കോട്ടെ, ഏത് വാഹനത്തിലും കാണാൻ പറ്റും അതിൻ്റെ സ്പീഡ് കാണിക്കുന്ന ഒരു മീറ്റർ. അപ്പോൾ എത്ര സ്പീഡിലാണ് ഇപ്പോൾ വാഹനം പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഡ്രൈവർക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ ഡ്രൈവർ സീറ്റിന് തൊട്ട് മുമ്പിലായിട്ട്, സ്റ്റാരിങ്ങിനൊക്കെ തൊട്ടടുത്തായിട്ടാണ് സ്പീഡോമീറ്റർ എപ്പോഴും കാണുന്നത്. അപ്പോൾ അതെന്തിനു വേണ്ടിയിട്ടാണ് സ്പീഡോമീറ്റർ? ആ വാഹനത്തിന്റെ, വെഹിക്കിളിന്റെ സ്പീഡ് അറിയാനും വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഈ സ്പീഡിനെ കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. ചില സ്ഥലങ്ങളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, സൈൻ ബോർഡുകൾ കണ്ടിട്ടുണ്ടാവും, അല്ലെ? റോഡ് സൈഡിലൊക്കെ സൈൻ ബോർഡുകൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ചില സൈൻ ബോർഡിലുണ്ടാവും സ്പീഡ് 40 km/h എന്ന് എഴുതിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ ചിലയിടത്ത് സ്പീഡ് 30 km/h എന്ന് എഴുതി വെച്ചിട്ടുണ്ടാവും. എന്താണ് അതുകൊണ്ട് മീൻ ചെയ്യുന്നത്? അവിടെ ആ സ്പീഡിൽ വാഹനം പോകാവൂ, ഓവർ സ്പീഡിൽ പോകാൻ പാടില്ല. അതായത് 40 km/h എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ 40 km/h ആ സ്പീഡിലെ വാഹനം പോകാവൂ. 30 km/h എന്ന് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ 30 km സ്പീഡിലെ വാഹനം ഓടിക്കാവും. അപ്പോൾ അവിടെ അതിന് മുകളിൽ പോയി കഴിഞ്ഞാൽ അപകട സാധ്യത കൂടുതലാണ്, അല്ലെ? അപകടം ഉണ്ടാവും. അപ്പൊ അതുകൊണ്ടാണ് അവിടെ സ്പീഡ് ലിമിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത് സ്പീഡിനെ കുറിച്ചാണ്. ഓക്കെ, ഇപ്പൊ നമ്മളൊരു യാത്ര പോവുകയാണെന്ന് കരുതുക. ഒരു യാത്ര പോവുകയാണ്. ഇപ്പൊ നമ്മൾ ഇവിടെ നിന്ന്, അല്ലെങ്കിൽ കോഴിക്കോട് നിന്ന് മലപ്പുറത്തേക്ക് ഒരു യാത്ര പോകുന്നു. കോഴിക്കോട് നിന്ന് മലപ്പുറത്തേക്ക് എത്തിയത് 2 മണിക്കൂർ കൊണ്ടാണ്. കോഴിക്കോട് നിന്ന് മലപ്പുറത്തേക്ക് ഒരു യാത്ര പോകുന്നു. ബസ്സിനാണ് പോകുന്നത്. ഇപ്പോൾ 2 മണിക്കൂർ എടുത്തു കോഴിക്കോട് നിന്ന് മലപ്പുറത്തെത്താൻ. 2 മണിക്കൂർ എടുത്തു. ഓക്കെ, 2 മണിക്കൂർ എടുത്തിട്ടാണ് കോഴിക്കോട് നിന്ന് മലപ്പുറത്തേക്ക് എത്തിയത്. 60 km/h ആണ് ആ വാഹനത്തിന്റെ ആവറേജ് സ്പീഡ്. ഇങ്ങനെയൊക്കെ നമുക്ക് പറയാൻ പറ്റും. കോഴിക്കോട് നിന്ന് മലപ്പുറത്തേക്ക് പോകുന്ന സമയത്ത് 2 മണിക്കൂർ കൊണ്ടാണ് കോഴിക്കോട് നിന്ന് മലപ്പുറത്ത് എത്തിയത്. 60 km/h ആയിരുന്നു ആവറേജ് സ്പീഡ്. അല്ലെങ്കിൽ കോഴിക്കോട് നിന്ന് തൃശ്ശൂരിലേക്ക് പോവുകയാണ്. കോഴിക്കോട് നിന്ന് തൃശ്ശൂരിലേക്കാണ് പോകുന്നത്. 3 hours ആണ് എടുത്തത്. 3 hours, 3 മണിക്കൂർ എടുത്തു. ഓക്കെ, അപ്പോൾ കോഴിക്കോട് നിന്ന് തൃശ്ശൂരിലേക്ക് ആകെയുള്ള ദൂരം 150 km ആണെന്ന് കരുതുക. ഇത് കറക്റ്റ് ദൂരമൊന്നും അല്ല കേട്ടോ, ഞാനൊരു അപ്രോക്സിമേറ്റ്, നമ്മൾ ഈ പ്രോബ്ലത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടൊരു കിലോമീറ്റർ ദൂരം കൊടുത്തുന്നേ ഉള്ളൂ. അപ്പോൾ കോഴിക്കോട് നിന്ന് തൃശ്ശൂരിലേക്ക് 3 മണിക്കൂർ കൊണ്ട് ആണ് എത്തിയത്. 150 km ആണ് യാത്ര ചെയ്തത്. അങ്ങനെയെങ്കിൽ ഈ വാഹനത്തിന്റെ ആവറേജ് സ്പീഡ് എത്ര? അല്ലെങ്കിൽ ഒരു മണിക്കൂറിൽ ഈ വാഹനം സഞ്ചരിച്ചത് എത്ര ദൂരമാണ്? അപ്പൊ ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്? കോഴിക്കോട് നിന്ന് തൃശ്ശൂരിലേക്ക് 150 km യാത്ര ചെയ്യാൻ 3 മണിക്കൂർ എടുത്തു. അങ്ങനെയെങ്കിൽ ആ വാഹനം 1 മണിക്കൂറിൽ എത്ര ദൂരമാണ് സഞ്ചരിച്ചിട്ടുണ്ടാവുക? പല രൂപത്തിൽ നമുക്ക് പറയാൻ പറ്റും, അല്ലെ? ഈ കോഴിക്കോട് നിന്ന് തൃശ്ശൂരിലേക്ക് പോകുമ്പോൾ ആദ്യത്തെ 1 മണിക്കൂറിൽ ചിലപ്പോൾ 50 കിലോമീറ്റർ സഞ്ചരിച്ചിട്ടുണ്ടാവും.
അടുത്ത നെക്സ്റ്റ് 1 മണിക്കൂറിൽ 70 കിലോമീറ്റർ സഞ്ചരിച്ചു എന്നത്. മൂന്നാമത് 1 മണിക്കൂറിൽ എത്രയാ 30 കിലോമീറ്റർ സഞ്ചരിച്ചു. അപ്പോൾ 150 കിലോമീറ്റർ ആയില്ലേ. ആദ്യത്തെ 1 മണിക്കൂറിൽ 50 കിലോമീറ്റർ സഞ്ചരിച്ചു, രണ്ടാമത്തെ മണിക്കൂറിൽ 70 കിലോമീറ്റർ സഞ്ചരിച്ചു, മൂന്നാമത്തെ മണിക്കൂറിൽ 30 കിലോമീറ്റർ സഞ്ചരിച്ചു അല്ലേ? യെസ്. അപ്പോൾ ഇവിടെ ഇങ്ങനെയാവാം, പക്ഷേ ഇത് തന്നെ ആവണമെന്നുണ്ടോ? ഇല്ല. ഇനിയിപ്പോ ഒരാൾ പറയാണ് ഈ വാഹനം 3 മണിക്കൂറും ഒരേ സ്പീഡിലാണ് സഞ്ചരിച്ചത്. അങ്ങനെ സംഭവിക്കുമോ? ഇല്ല. ചില സമയങ്ങളിൽ കൂടുതൽ സ്പീഡിൽ പോവും, ചിലപ്പോൾ അത് കുറയ്ക്കേണ്ടി വരും അല്ലെ? റോഡിലൊക്കെ ബ്ലോക്ക് ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും വാഹനത്തിന്റെ സ്പീഡ് നമ്മൾ കുറയ്ക്കേണ്ടി വരും. അപ്പോൾ റോഡിൽ തിരക്ക് കുറവാണെങ്കിൽ സ്പീഡിൽ പോകാൻ പറ്റും, റോഡിൽ തിരക്കുണ്ടെങ്കിൽ പതുക്കെ പോകാനേ കഴിയുള്ളൂ, അപ്പൊ സ്പീഡ് കുറച്ച് പോകേണ്ടി വരും. അപ്പൊ എല്ലാ സമയത്തും നമുക്ക് ഒരേ സ്പീഡിലല്ല പോകാൻ പറ്റും. അപ്പോൾ ഇവിടെയാണ് നമ്മൾ 1 മണിക്കൂറിൽ എത്ര ദൂരം സഞ്ചരിച്ചു എന്നുള്ളത് കണക്കാക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ ആവറേജ് കണ്ടുപിടിക്കുക. ഒരു ബസ് അല്ലെങ്കിൽ ഒരു വാഹനം 3 മണിക്കൂർ കൊണ്ട് 150 കിലോമീറ്റർ സഞ്ചരിക്കുകയാണെങ്കിൽ അത് 1 മണിക്കൂറിൽ സഞ്ചരിക്കുന്ന ദൂരം, അതിനെയാണ് നമ്മൾ ശരാശരി അല്ലെങ്കിൽ ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത്. അപ്പൊ ആവറേജ് സ്പീഡ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതെങ്ങനെയാണ്? നമ്മൾ ടോട്ടൽ എത്ര ദൂരമാണോ സഞ്ചരിച്ചത് അതിനെ സമയം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. എന്താ പറഞ്ഞത്? നമ്മൾ മുഴുവൻ, അതായത് ടോട്ടൽ സഞ്ചരിച്ച ദൂരത്തിനെ എത്ര മണിക്കൂർ കൊണ്ടാണോ സഞ്ചരിച്ചത് അതുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് അതിന്റെ ആവറേജ് സ്പീഡ് കിട്ടും. അതായത് 1 മണിക്കൂറിൽ സഞ്ചരിക്കുന്ന ദൂരം, അതാണ് അതിന്റെ ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് 150 കിലോമീറ്റർ ആണ്. 150 കിലോമീറ്റർ ആണ് സഞ്ചരിച്ചത്. എത്ര മണിക്കൂർ കൊണ്ടാണ്? 3 മണിക്കൂർ കൊണ്ടാണ്. അങ്ങനെയെങ്കിൽ ഇതിന്റെ ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ 150/3 ആണ്. അതെങ്ങനെ കണ്ടുപിടിക്കുന്നത്? ആവറേജ് സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. ആവറേജ് സ്പീഡ് ഈക്വൽ ടു, അതായത് ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കാൻ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഡിസ്റ്റൻസിനെ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അതായത് സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. നമ്മൾ സ്പീഡ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് പഠിക്കുന്നത്. സ്പീഡായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഫസ്റ്റ് ഇക്വേഷൻ ആണ് സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. ഇപ്പോൾ സ്പീഡ് എന്തുമായിട്ട് റിലേറ്റഡ് ആണ്? അതിന്റെ ഡിസ്റ്റൻസും, അതായത് ഡിസ്റ്റൻസിനും ടൈമിനും റിലേറ്റഡ് ആയിട്ടാണ് ആര് വരുന്നത്? സ്പീഡ് വരുന്നത്. ഓക്കെ, അതായത് സ്പീഡ് ഈക്വൽ ടു എങ്ങനെയാണ്? ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. എത്ര ദൂരം സഞ്ചരിക്കുന്നു അതാണ് ഡിസ്റ്റൻസ്, എത്ര സമയം സഞ്ചരിച്ചു അതാ ടൈമാണ് നമുക്ക് എടുക്കേണ്ടത്. അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസിനെ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? സ്പീഡ് കിട്ടും. ഇവിടെ ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഡിസ്റ്റൻസിനെ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 150/3. 150/3 എന്ന് പറഞ്ഞാൽ 50 km/h ആണ് ആവറേജ് സ്പീഡ്. അതായത് ആ വാഹനം സഞ്ചരിച്ചിട്ടുണ്ടാവുക 1 മണിക്കൂറിൽ ശരാശരി 50 കിലോമീറ്റർ ആണ്. അങ്ങനെയെങ്കിൽ അത് 3 മണിക്കൂർ കൊണ്ട് എത്ര കിലോമീറ്റർ സഞ്ചരിക്കുന്നു? 150 കിലോമീറ്റർ. അപ്പോൾ നമ്മൾ സ്പീഡുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഫസ്റ്റ് ഇക്വേഷൻ നമ്മൾ പഠിച്ചു. ഏതാണ്? സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. അപ്പൊ നമുക്ക് ഡിസ്റ്റൻസും ടൈമും തന്നു കഴിഞ്ഞാൽ സ്പീഡ് കണ്ടുപിടിക്കാം അല്ലെ? അങ്ങനെയെങ്കിൽ നമുക്ക് ടൈം എങ്ങനെയാണ് കാണാൻ പറ്റുക? ടൈമും സ്പീഡും തമ്മിൽ എങ്ങനെയാണ് റിലേഷൻ? ഇവിടെ തന്നിരിക്കുന്നതിൽ സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം ആണെങ്കിൽ ടൈം ഈസ് ഈക്വൽ ടു എങ്ങനെ വരിക? യെസ്, ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ആണ്. ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ആണ് ടൈം എന്ന് പറയുന്നത്. ടൈം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇവ മൂന്നും റിലേറ്റഡ് ആണ്, ടൈമും സ്പീഡും ഡിസ്റ്റൻസും. അപ്പോൾ ടൈം ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ആണ്. അതായത് ടോട്ടൽ ഡിസ്റ്റൻസിനെ സ്പീഡ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ടൈം കിട്ടും. ആദ്യം നമ്മൾ എന്താ പഠിച്ചത്? സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം എന്നായിരുന്നു അല്ലെ? സ്പീഡ് കിട്ടണമെങ്കിൽ ഡിസ്റ്റൻസിനെ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഇനി ഇതിൽ നിന്ന് തന്നെ നമുക്ക് മറ്റൊരു ഇക്വേഷൻ കൂടി കണ്ടെത്താം. ഏതാണ്? ഡിസ്റ്റൻസ് കാണാൻ പറ്റും. ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു എങ്ങനെ വരിക? ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം ആണ്. സ്പീഡ് ഇൻറ്റു ടൈം ആണ്.
ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം. അതായത് ഒരു വാഹനത്തിന്റെ സ്പീഡും ടൈമും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? അതിന്റെ ഡിസ്റ്റൻസ്, എത്ര ഡിസ്റ്റൻസ് സഞ്ചരിച്ചു എന്നുള്ളത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു വാഹനം 2 മണിക്കൂർ കൊണ്ട് 2 മണിക്കൂർ യാത്ര ചെയ്തു. അതിന്റെ സ്പീഡ് 50 km/h ആയിരുന്നു. ആവറേജ് സ്പീഡ് 50 km/h ഒരു വാഹനം 2 മണിക്കൂർ സഞ്ചരിച്ചു കഴിഞ്ഞാൽ അത് എത്ര ഡിസ്റ്റൻസ് സഞ്ചരിച്ചു? സ്പീഡ് ഇൻറ്റു ടൈം, 50 × 2 ദാറ്റ് ഈസ് 100 km അല്ലെ? അപ്പോൾ നമുക്ക് ഈ 3 എണ്ണമാണ് നമുക്ക് പഠിക്കാനുള്ളത് ഈ ചാപ്റ്ററിൽ. സ്പീഡും ഡിസ്റ്റൻസും ടൈമും ഇവ തമ്മിൽ റിലേറ്റഡ് ആണ്. സ്പീഡ് ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. ടൈം ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ആണ്. ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം. അപ്പോൾ കൂട്ടുകാരെല്ലാവരും 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാണ് അല്ലെ? അപ്പൊ നിങ്ങളുടെ സ്കൂളില് ഏറ്റവും വേഗതയേറിയ ഓട്ടക്കാരനെ കണ്ടുപിടിക്കണം. ഏറ്റവും വേഗതയിൽ ഓടുന്ന കുട്ടിയെ കണ്ടുപിടിക്കണം. ഇപ്പൊ ടീച്ചർ നിങ്ങളെടുത്ത് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. നമ്മുടെ ക്ലാസ്സിലെ ഏറ്റവും വേഗത്തിൽ ഓടുന്ന കുട്ടിയെ ഒന്ന് കണ്ടുപിടിക്കണം. എന്താണ് നമ്മൾ ചെയ്യുക? ആ ഒരു ക്ലാസ്സിൽ 40 കുട്ടികളുണ്ടെങ്കിൽ നമുക്ക് 40 പിള്ളേരും കൂടെ ഒരുമിച്ചിരുത്തി ഓടിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ? പറ്റാം. വലിയ ഗ്രൗണ്ടൊക്കെ ആണെങ്കിൽ 40 കുട്ടികൾ ഒരുമിച്ച് ഓടിക്കുക അല്ലെ? എങ്ങനെയാണ് നമ്മൾ ഏറ്റവും വേഗതയേറിയ ഓട്ടക്കാരനെ കണ്ടുപിടിക്കുക? ഏറ്റവും സ്പീഡിൽ റൺ ചെയ്യുന്ന കുട്ടിയെ കണ്ടുപിടിക്കുക. റേസിംഗ് അല്ലെ? യെസ്. കൂട്ടുകാർക്ക് എല്ലാവർക്കും റേസിങ്ങിനോട് താല്പര്യം ഉണ്ടായിരിക്കും. ഓട്ട മത്സരത്തിലൊക്കെ പങ്കെടുക്കാറുണ്ടായിരിക്കും അല്ലെ? യെസ്. എങ്ങനെയാണ് നമുക്ക് ഈ വേഗതയേറിയ ഓട്ടക്കാരനെ കണ്ടുപിടിക്കുക? യെസ്, നമുക്ക് 2 രൂപത്തിൽ കണ്ടുപിടിക്കാം. 2 ഒപ്പീനിയനാണ് വന്നിരിക്കുന്നത്. ഒരെണ്ണം എന്താണ്? എല്ലാ കുട്ടികളെയും കൊണ്ട് 100 മീറ്റർ ഓടിക്കുക അല്ലെ? എല്ലാ കുട്ടികളെയും 100 മീറ്റർ ഓടിച്ചു കഴിഞ്ഞിട്ട്, 100 മീറ്ററാണ് എല്ലാ കുട്ടികളും ഓടുന്നത്. അതിൽ ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് ആരാണോ 100 മീറ്റർ കവർ ചെയ്യുന്നത് അയാളായിരിക്കും വേഗതയേറിയ ഓട്ടക്കാരൻ അല്ലേ? ചെയ്താൽ മതി. 100 മീറ്റർ. ഇപ്പൊ നമ്മുടെ ഇവിടെ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇതാണ്, നമ്മുടെ എൻഡ് പോയിന്റ് ഇവിടെയും. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 100 മീറ്റർ ആണ് ഓടേണ്ടതെങ്കിൽ 100 മീറ്റർ ആണെങ്കിൽ ഓരോ കുട്ടിയും ഇവിടെ ഓടിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ? അങ്ങനെ ഓടിച്ചിട്ട് ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് ആരാണോ ഈ 100 മീറ്റർ കവർ ചെയ്തത് അയാൾക്കായിരിക്കും ഏറ്റവും കൂടുതൽ സ്പീഡ്. അപ്പോൾ വേഗതയേറിയ ഓട്ടക്കാരൻ എന്ന് പറയുന്നത് അദ്ദേഹമായിരിക്കും, ആ കുട്ടിയായിരിക്കും അല്ലേ? ഇനി മറ്റൊരു മെത്തേഡും കൂടെ കാണാൻ പറ്റും. എങ്ങനെയാ? എല്ലാ കുട്ടികളെയും 1 മിനിറ്റ് ഓടിക്കാം അല്ലെ? എല്ലാ കുട്ടികളെയും 1 മിനിറ്റ് ഓടിക്കാം. അപ്പൊ ഇവിടെ ഇങ്ങനെ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ഉണ്ട്. ഈ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് എല്ലാ കുട്ടികളെയും ഓടിക്കണം. എത്ര സമയമാണ് ഓടിക്കേണ്ടത്? 1 മിനിറ്റ് സമയം ഓടിച്ചാൽ മതി. അപ്പൊ നമുക്ക് വേഗതയേറിയ ഓട്ടക്കാരനെ കിട്ടുമോ? കിട്ടും. 1 മിനിറ്റ് കൊണ്ട് ഏറ്റവും കൂടുതൽ ഡിസ്റ്റൻസ് ആരാണോ ഓടിയത് അയാളായിരിക്കും ഏറ്റവും വേഗതയേറിയ അല്ലെങ്കിൽ ഏറ്റവും സ്പീഡിൽ ഓടുന്ന കുട്ടി അല്ലെ? 2 രൂപത്തിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഒന്ന്, 1 മിനിറ്റ് കൊണ്ട് ഏറ്റവും കൂടുതൽ സ്പീഡിൽ ഓടുന്ന കുട്ടി ഏതാണെന്ന് കണ്ടെത്തിയാൽ അതൊരു വഴിയാണ്. അല്ലെങ്കിൽ 100 മീറ്റർ ഡിസ്റ്റൻസ് എടുക്കുന്ന ആ 100 മീറ്ററിൽ ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് ഓടുന്നത് ആരാണോ ആ കുട്ടിയായിരിക്കും വിജയിക്കുക അല്ലെ? അപ്പൊ നമുക്കിവിടെ ഡിസ്റ്റൻസും ടൈമും തമ്മിലുള്ള റിലേഷൻ ആണ് അവിടെ കാണുന്നത്. ഇവിടെ എന്താണ്? ഇവിടെ ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട് അല്ലെ? ഇവിടെ ഡിസ്റ്റൻസ് അറിയാം. ഡിസ്റ്റൻസ് എത്രയാ? യെസ്, 100 മീറ്റർ ആണ്. ഇവിടെ നമുക്ക് കണ്ടുപിടിക്കുന്നത് എന്താ? നമ്മൾ ഡിസ്റ്റൻസ് വെച്ചിട്ട് ടൈമാണ് കണ്ടുപിടിക്കുന്നത് അല്ലെ? ഈ ഡിസ്റ്റൻസ് ഓടാൻ വേണ്ടിയിട്ട് ഏറ്റവും കുറഞ്ഞ ടൈം എടുത്തത് ആരാണോ അയാളാണ് വേഗതയേറിയ ഓട്ടക്കാരൻ. എവിടെയാണെങ്കിലോ 1 മിനിറ്റ് ആണ് തന്നിരിക്കുന്നത്. ടൈം ഇവിടെ തന്നിട്ടുണ്ട്. ടൈം എത്രയാ? 1 മിനിറ്റ് ആണെന്ന് തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ? ഏറ്റവും കൂടുതൽ ഡിസ്റ്റൻസ് ആരാണോ ഓടിയത് ആ കുട്ടിയാണ് ഏറ്റവും സ്പീഡിൽ റേസ് ചെയ്യുന്ന ആള് അല്ലെ? യെസ്. അപ്പൊ ഇവിടെ എന്താണ്? ഒരു റിലേഷൻ ആണ് വന്നിരിക്കുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞത് തന്നെയാണ് ഡിസ്റ്റൻസും ടൈമും തമ്മിലുള്ള റിലേഷൻ അല്ലെ? ഡിസ്റ്റൻസ് കൂടുമ്പോൾ സ്വാഭാവികമായിട്ട് ടൈം കൂടുകയാണ് ചെയ്യുന്നത്
അല്ലേ? അതെങ്ങനെയാ? ഇപ്പൊ നമുക്ക് 100 കിലോമീറ്റർ അല്ലെങ്കിൽ നമ്മളിപ്പോ നടന്നു പോവുകയാണ്. അപ്പൊ 2 കിലോമീറ്റർ നമുക്ക് നടക്കാനുള്ള ദൂരമാണോ 1 കിലോമീറ്റർ അതെങ്ങനെയാ? ഇറ്റ്സ് ഓക്കെ. ഡിസ്റ്റൻസും ടൈമും തമ്മിൽ റിലേറ്റഡ് ആണ്. ഇപ്പൊ നമ്മൾ 2 കിലോമീറ്റർ ഡിസ്റ്റൻസ് നടക്കാൻ എടുത്ത സമയവും 1 കിലോമീറ്റർ നടക്കാൻ എടുക്കുന്ന സമയവും തമ്മിൽ ഡിഫറൻസ് ഉണ്ടായിരിക്കും, അല്ലെ? 1 കിലോമീറ്റർ നടക്കാൻ എത്ര സമയമാണോ നമ്മൾ എടുത്തിരിക്കുന്നത് അതിന്റെ ഇരട്ടിയായിരിക്കും 2 കിലോമീറ്റർ എടുക്കുന്ന സമയത്ത്. അപ്പോൾ ഡിസ്റ്റൻസ് കൂടുന്ന സമയത്ത് ടൈമും കൂടുന്നു, അല്ലെ? യെസ്. അപ്പൊ നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ 3 റിലേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സ്പീഡ്, ആദ്യം നമ്മൾ എന്താണ് ഇവിടെ സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? നേരത്തെ നമ്മൾ പറഞ്ഞു ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. ഡിസ്റ്റൻസ് ബൈ ടൈം ആണ് സ്പീഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് അതിന് ഡിസ്റ്റൻസ് 100 മീറ്റർ ആണ്, അല്ലെ? ടൈം എത്രയാണ് നമുക്കറിയില്ല. പക്ഷെ ഇത് ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് 100 മീറ്റർ കവർ ചെയ്യുന്നത് ഏറ്റവും സ്പീഡ് കൂടിയ ആളായിരിക്കും. അപ്പോൾ സ്പീഡ് ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. ഇവിടെ എന്താ വന്നിരിക്കുന്നത്? ടൈം തന്നിട്ടുണ്ട് 1 മിനിറ്റ്. ടൈം ഇസ് ഈക്വൽ ടു എങ്ങനെ വരുന്നത്? ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ആണ് ടൈം എന്ന് പറയുന്നത്. ടൈം നമുക്കറിയാം 1 മിനിറ്റ് ആണ് എടുക്കുന്നത്. എല്ലാവരെ കൊണ്ട് 1 മിനിറ്റ് ഓടിക്കുകയാണ്, അല്ലെ? അപ്പോൾ ഏറ്റവും കൂടുതൽ ഡിസ്റ്റൻസ് ഓടിയത് ആരാണോ അദ്ദേഹമായിരിക്കും ഏറ്റവും വേഗതയേറിയ ആള്, അല്ലെ? അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കാൻ പറ്റുന്നത്? ടൈം ഇസ് ഈക്വൽ ടു സ്പീഡ്, ഡിസ്റ്റൻസ് ബൈ സ്പീഡ്, അല്ലെ? അപ്പോൾ മൂന്നാമതൊരു ഓപ്ഷനും കൂടെ ഇതിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എന്താണ്? ഡിസ്റ്റൻസ്. ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു എങ്ങനെ വരുന്നത്? ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു ടൈം ഇൻറ്റു സ്പീഡാണ്. ടൈമിനെ സ്പീഡ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡിസ്റ്റൻസ് കിട്ടും. അപ്പൊ ഈ 3 ഫോർമുലാസ് ആണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഇനി ഇതിനെ വെച്ചിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ആണ്. ഫസ്റ്റ് പ്രോബ്ലം നോക്കാം നമുക്ക്. Sudhir travelled in a train covering 240 kilometers in 3 hours to reach Thiruvananthapuram. Ramesh came in another train travelling 120 kilometers in 2 hours. Which train is faster? How much faster? എന്താ പറഞ്ഞിരിക്കുന്നത്? സുധീർ ട്രാവൽഡ് ഇൻ എ ട്രെയിൻ കവറിംഗ് 240 കിലോമീറ്റേഴ്സ് ഇൻ 3 hours ടു റീച്ച് തിരുവനന്തപുരം. ഇപ്പോൾ സുധീർ ട്രാവൽ ചെയ്ത ട്രെയിന് തിരുവനന്തപുരം എത്താൻ വേണ്ടിയിട്ട് 240 കിലോമീറ്റർ കവർ ചെയ്തത് 3 മണിക്കൂർ കൊണ്ടാണ്. 240 കിലോമീറ്റേഴ്സ് 3 മണിക്കൂർ കൊണ്ട് കവർ ചെയ്തിട്ടാണ് തിരുവനന്തപുരത്ത് എത്തിയത്. രമേശ് കെയിം ഇൻ അനദർ ട്രെയിൻ. രമേശ് വന്നത് മറ്റൊരു ട്രെയിനിനാണ്. ട്രാവലിംഗ് 120 കിലോമീറ്റേഴ്സ് ഇൻ 2 hours. 2 മണിക്കൂറിൽ 120 കിലോമീറ്റർ യാത്ര ചെയ്തിട്ടാണ് എത്തിയത്. വിച്ച് ട്രെയിൻ ഈസ് ഫാസ്റ്റർ? ഏത് ട്രെയിനാണ് ഫാസ്റ്റർ? ഹൗ മച്ച് ഫാസ്റ്റർ? എത്രയാണ് അതിൻ്റെ ഫാസ്റ്റ്, അതായത് വേഗത കൂടുതൽ എത്രയാണ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? യെസ്. സുധീർ ട്രാവൽ ചെയ്തത് 240 കിലോമീറ്റേഴ്സ് ആണ്. എത്ര സമയത്തിനകം? ഇൻ 3 hours. 3 മണിക്കൂർ കൊണ്ട് സുധീർ ട്രാവൽ ചെയ്ത് 240 കിലോമീറ്റേഴ്സ് ആണ്. അതുപോലെ രമേശ് ട്രാവൽഡ് 120 കിലോമീറ്റേഴ്സ് ഇൻ 2 hours എന്നാണ് പറഞ്ഞത്. രമേശ് 2 hours 2 മണിക്കൂർ കൊണ്ടാണ് 120 കിലോമീറ്റർ യാത്ര ചെയ്തത്. അങ്ങനെയെങ്കിൽ വിച്ച് ട്രെയിൻ ഈസ് ഫാസ്റ്റർ? ഏത് ട്രെയിനാണ് വേഗത കൂടിയത്? എത്രയാണ് വേഗത കൂടുതൽ എന്നാണ് ചോദിച്ചിരിക്കുന്നത്, അല്ലെ? അപ്പൊ ആദ്യം സുധീർ ട്രാവൽ ചെയ്തത് 240 കിലോമീറ്റർ 3 hours-ലാണ്. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് 2 ട്രെയിനിന്റെയും ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കുകയാണ് വേണ്ടത്, അല്ലെ? ഏത് ട്രെയിനാണ് കൂടുതൽ വേഗത്തിൽ ഓടിയത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വിച്ച് ഈസ് ഫാസ്റ്റർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ആവറേജ് സ്പീഡ് കണ്ടുപിടിച്ചാൽ മതി, അല്ലെ? 2 ട്രെയിനിന്റെയും ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കുക. അപ്പൊ ആവറേജ് സ്പീഡ് കൂടുതൽ ഏത് ട്രെയിനാണോ ആ ട്രെയിനാണ് സ്പീഡ് കൂടുതലുള്ള ട്രെയിൻ. ഓക്കെ, അപ്പൊ ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആവറേജ് സ്പീഡ് ഇക്വൽ ടു ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. അപ്പൊ നമുക്ക് ഫസ്റ്റ് സുധീർ ട്രാവൽ ചെയ്ത ട്രെയിനിന്റെ ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കാം. അപ്പൊ ആവറേജ് സ്പീഡ് ഓഫ് ഫസ്റ്റ് ട്രെയിൻ ഇസ് ഇക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. ഡിസ്റ്റൻസ് ബൈ ടൈം. ഡിസ്റ്റൻസ് എത്രയാണ്? 240 ആണ്. 240 ഡിവൈഡഡ് ബൈ 3, അല്ലെ? ടോട്ടൽ ഡിസ്റ്റൻസ് 240 ആണ്. അത് എത്ര സമയം കൊണ്ടാണ്? 3 hours കൊണ്ടാണ്.
അങ്ങനെയെങ്കിൽ 240/3 സീക്വൽ എന്താ വരുന്നത് 80 കിലോമീറ്റർ പെർ ഹവർ. ഓക്കെ, അതായത് സുധീർ ട്രാവൽ ചെയ്ത ട്രെയിനിന്റെ സ്പീഡ് എന്ന് പറയുന്നത് 80 കിലോമീറ്റർ പെർ ഹവർ ആണ്. ഇനി നമുക്ക് സെക്കൻഡ് ട്രെയിനിന്റെ സ്പീഡ് കണ്ടുപിടിക്കാം. രമേശ് ട്രാവൽ ചെയ്ത ട്രെയിനിന്റെ ടോട്ടൽ സ്പീഡ് എത്ര വരുന്നത് 120 ആണ്. എത്ര മണിക്കൂർ കൊണ്ടാണ് 2 hours. അപ്പോൾ ആവറേജ് സ്പീഡ് ഇക്വൽ ടു എങ്ങനെ കണ്ടുപിടിക്കാം? ആവറേജ് സ്പീഡ് ഇക്വൽ ടു ഡിസ്റ്റൻസ് 120 ബൈ ടൈം 2. ഓക്കെ, ഡിസ്റ്റൻസ് ബൈ ടൈം ദാറ്റ് ഈസ് ഇക്വൽ ടു 120 ബൈ 2, 60 കിലോമീറ്റർ പെർ ഹവർ. അപ്പോൾ രണ്ട് ട്രെയിനിന്റെയും ആവറേജ് സ്പീഡ് കിട്ടി അല്ലെ. രമേശ് ട്രാവൽ ചെയ്ത ആവറേജ് ട്രെയിനിന്റെ ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് 80 കിലോമീറ്റർ പെർ ഹവർ ആണ്. സെക്കൻഡ് ട്രെയിനിന്റെ ആവറേജ് സ്പീഡ് 60 കിലോമീറ്റർ പെർ ഹവർ ആണ്. അപ്പൊ ഏത് ട്രെയിനാണ് സ്പീഡ് കൂടുതൽ? രമേശ് ട്രാവൽ ചെയ്തതാണ് 80 കിലോമീറ്റർ ഉണ്ട് അല്ലെ, മറ്റേത് 60 ഉള്ളൂ. എത്രയാണ് കൂടുതൽ? 80 - 60 20 കിലോമീറ്റർ പെർ ഹവർ ആണ് കൂടുതൽ സ്പീഡ് ഉള്ളത്. അപ്പൊ നമുക്ക് രണ്ട് ക്വസ്റ്റിന്റെയും ആൻസർ ആയി. ആദ്യത്തെ ട്രെയിനാണ് 80 കിലോമീറ്റർ പെർ ഹവർ ആണ് വരുന്നത്, ആ ട്രെയിനാണ് സ്പീഡ് കൂടുതലുള്ളത്. എത്രയാണ് കൂടുതൽ? ഹൗ മച്ച് ഫാസ്റ്റർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദാറ്റ് ഈസ് 80 - 60 ദാറ്റ് ഈസ് 20 കിലോമീറ്റർ പെർ ഹവർ. ആദ്യത്തെ ട്രെയിന് 80 കിലോമീറ്റർ അല്ലെങ്കിൽ സെക്കൻഡ് ട്രെയിന് 60 കിലോമീറ്റർ ഒരു മണിക്കൂർ കൊണ്ട് യാത്ര ചെയ്യുമ്പോൾ ഫസ്റ്റ് ട്രെയിൻ എന്ത് ചെയ്യുന്നു? 80 കിലോമീറ്റർ യാത്ര ചെയ്യുന്നുണ്ട്. ഓക്കെ, യെസ്. അങ്ങനെയെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. A train took 4 hours 30 minutes to cover 360 kilometers. What is the average speed? എന്താണ് ക്വസ്റ്റ്യൻ? A train took 4 hours 30 minutes to cover 360 kilometers. ഒരു ട്രെയിന് 360 കിലോമീറ്റർ കവർ ചെയ്യാൻ 4 hours 30 minutes ആണ് എടുത്തത്. അങ്ങനെയെങ്കിൽ വാട്ട് ഈസ് ദ ആവറേജ് സ്പീഡ്? ആ ട്രെയിനിന്റെ ആവറേജ് സ്പീഡ് എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെ ചെയ്യാൻ പറ്റും? നമുക്ക് ആവറേജ് സ്പീഡ് കാണാൻ നമുക്കറിയാം. ആവറേജ് സ്പീഡ് ഈക്വൽ ടു എങ്ങനെയാണ്? ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. ഇത് നമ്മൾ പഠിച്ചു അല്ലെ. ആവറേജ് സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. ഇവിടെ ഡിസ്റ്റൻസ് എത്രയാണ്? നമ്മുടെ ട്രെയിനിന്റെ അല്ലെങ്കിൽ ട്രെയിൻ കവർ ചെയ്ത ഡിസ്റ്റൻസ് ഈക്വൽ ടു 360 കിലോമീറ്റർ ആണ് അല്ലെ. 360 കിലോമീറ്റർ ആണ്. ഇനി ടൈം എത്രയാണ് തന്നിരിക്കുന്നത്? എത്ര ടൈം കൊണ്ടാണ് 360 കിലോമീറ്റേഴ്സ് കവർ ചെയ്തത്? 4 hours 30 minutes എന്നാണ് പറഞ്ഞത്. 4 hours മാത്രമാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാമായിരുന്നു അല്ലെ. ഇവിടെ 4 hours 30 minutes ഉണ്ട്. അപ്പൊ നമുക്ക് 4 hours 30 minutes എന്നുള്ളതിനെ നമുക്ക് 4.5 hour എന്ന് എഴുതാം അല്ലെ. 4 hours 30 minutes എന്ന് പറഞ്ഞാൽ 4.5 മണിക്കൂറാണ്. 4.5 hours ആണ് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിന് ഈ മിക്സഡ് ഫ്രാക്ഷനെ നോർമൽ ഫ്രാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യാം. 4.5 hours is equal to 4.5 എന്നുള്ളതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 2 × 4 8, 8 + 1 9, 9/2 hours എന്ന് എഴുതാം. ഓക്കെ, യെസ്. ഇനി നമുക്ക് ചെയ്ത് നോക്കാം. ആവറേജ് സ്പീഡ് കാണാം. ആവറേജ് സ്പീഡ് is equal to ഡിസ്റ്റൻസ് എത്രയാണ് വരുന്നത്? 360 ബൈ ടൈം. ടൈം എത്രയാണ് വരുന്നത്? നമുക്ക് 4 hours 30 minutes ആയിരുന്നു അല്ലെ. അവറും മിനിറ്റും രണ്ടും വരുന്നുണ്ട്. അപ്പൊ നമ്മൾ അവേഴ്സിലും വന്നിട്ടുണ്ട്, മിനിറ്റ്സിലും വന്നിട്ടുണ്ട്. സോ നമ്മൾ അതിനെ അവറിലേക്ക് കൺവേർട്ട് ചെയ്തു. അപ്പൊ എങ്ങനെ വരുന്നു? 4.5 hours എന്ന് എഴുതി. 4.5 എന്നുള്ളതിനെ മിക്സഡ് ഫ്രാക്ഷൻ നമ്മൾ നോർമൽ ഫ്രാക്ഷനിൽ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 9/2 hours ആണ്. ദാറ്റ് ഈസ് നമുക്ക് ടൈം എങ്ങനെ എഴുതാം? 9/2. 360 all divided by 9/2 that is equal to എങ്ങനെ എഴുതാം? 360 by 9 into 2 എന്ന് എഴുതാം അല്ലെ. ഈ ഡിവൈഡഡ് ബൈ 2 എന്നുള്ളത് ന്യൂമറേറ്ററിലേക്ക് പോകുന്നു. ദാറ്റ് ഈസ് 360 by 9 into 2 is equal to ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 360ൽ 9 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 3 × 9 27, 4 × 9 36. That is 40 × 2 എന്ന് വരും. That is equal to 80. 40 × 2 എന്ന് പറഞ്ഞാൽ 80 കിലോമീറ്റർ പെർ അവർ. ഓക്കെ,
അതായത് ഈ ട്രെയിനിന്റെ ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് 80 km/h ആണ്. ഇത് കണ്ടുപിടിക്കാൻ നമ്മൾ യൂസ് ചെയ്ത് എന്താണ് ഡിസ്റ്റൻസ് ബൈ ടൈം എന്ന് പറയുന്ന ഇക്വേഷൻ ആണ്. ആവറേജ് സ്പീഡ് ഇസ് ഈക്വൽ ടു ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ എടുത്ത സമയം, ദാറ്റ് ഈസ് ടൈം. ടൈം നമുക്ക് തന്നിരിക്കുന്നത് 4 hours 30 minutes എന്നാണ്. 4 hours 30 minutes എന്നാണ്. അതായത് മണിക്കൂറിലും മിനിറ്റിലും തന്നിട്ടുണ്ട്. നമ്മൾ അതിനെ എന്തിലേക്ക് ചേഞ്ച് ചെയ്യുന്നു? അവറിലേക്ക്, അതായത് മണിക്കൂറിലേക്ക് മാത്രമായിട്ട് എഴുതുന്ന സമയത്ത് നമുക്ക് 4.5 hours എഴുതാം. 4.5 hours എന്ന് പറഞ്ഞാൽ 9/2 hours എന്ന് എഴുതി. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ഡിസ്റ്റൻസ് കൊടുത്തു 360/9/2, ദാറ്റ് ഈസ് 80 km/h. അപ്പോൾ ആ ട്രെയിനിന്റെ ആവറേജ് സ്പീഡ് നമ്മൾ കണ്ടെത്തി. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇന്ന് നമ്മൾ പുതിയൊരു ചാപ്റ്റർ ആണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇതിൽ നമ്മൾ ഡിസ്റ്റൻസും ടൈമും സ്പീഡും തമ്മിലുള്ള റിലേഷൻ വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. അതിനെ ബേസ് ചെയ്തിട്ടുള്ള 2 പ്രോബ്ലംസും ഡിസ്കസ് ചെയ്തു. ക്ലാസ് കൂട്ടുകാർക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം. ഓക്കെ, ബൈ.